കണ്ണൂർ കൊളവല്ലൂരിൽ സീനിയർ വിദ്യാർത്ഥിയുടെ മർദ്ദനത്തിൽ +1 വിദ്യാർത്ഥിക്ക് പരിക്കേറ്റതിൽ കേസെടുത്ത് പോലീസ്. +2 വിദ്യാർത്ഥികളായ 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. നോട്ടം ശരിയല്ലെന്നും ബഹുമാനിക്കുന്നില്ല എന്നും പറഞ്ഞ് മർദ്ദിച്ച് എല്ലൊടിച്ചെന്ന് എഫ്ഐആറിൽ പറയുന്നു. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഈ കൊളവല്ലൂരിൽ സീനിയർ വിദ്യാർത്ഥി +1 വിദ്യാർത്ഥിയെ തല്ലിയത് നോട്ടം ശരിയാകാത്തതിനാണ്. സുജിയ, പോലീസ് ഇപ്പോൾ എടുത്തിട്ടുള്ള കേസിന്റെ എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതായത് നോട്ടം ശരിയല്ലെന്നും അതുപോലെ തന്നെ സീനിയർ വിദ്യാർത്ഥികളെ ബഹുമാനിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് +1 വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് നിഹാലിന് നേരെ +2 വിദ്യാർത്ഥികളുടെ ആക്രമണമുണ്ടായത്. ബുധനാഴ്ചയായിരുന്നു സംഭവം നടന്നത്. ഇന്നലെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആ എഫ്ഐആറിനകത്ത് 5 പ്രതികളാണ്, അതായത് 5 +2 വിദ്യാർത്ഥികളാണ് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ മുഹമ്മദ് നിഹാലിൻ്റെ കൈയുടെ 2 എല്ലുകളും പൊട്ടുന്ന രീതിയിലുള്ളൊരു അടിയായിരുന്നു, അല്ലെങ്കിൽ അത്രയും ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോഴും തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ഈ മുഹമ്മദ് നിഹാൽ ചികിത്സയിൽ കഴിയുകയാണ്. 6 മാസത്തോളം ഇനി വിദ്യാർത്ഥി, അതായത് മുഹമ്മദ് നിഹാൽ ചികിത്സയിൽ തുടരേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പൂർണ്ണമായ റെസ്റ്റ് തന്നെ വേണ്ടി വരും എന്നുള്ളതാണ് ഇവരുടെ പഠിക്കുന്ന കുട്ടികളോ അധ്യാപകരോ ആരും ശ്രമിച്ചില്ലേ? കാരണം കൈ തല്ലി ഒടിക്കണമെന്നുണ്ടെങ്കിൽ ആ 5 വിദ്യാർത്ഥികളും കുറേയേറെ സമയം മർദ്ദിച്ചിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും സുജി, അതായത് കൊളവല്ലൂരിലുള്ള PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് നിഹാൽ. മുഹമ്മദ് നിഹാലും അതുപോലെ തന്നെ സീനിയർ +2 +1 വിദ്യാർത്ഥികൾ തമ്മിൽ ഇടയ്ക്കിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇത്രയും ക്രൂരമായ രീതിയിലുള്ള ഒരു ആക്രമണ സംഭവം അവിടെ ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് അവിടെയുള്ള അധ്യാപകരിൽ ചിലർ വ്യക്തമാക്കുന്നത്. ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇത്രയും ഒരു എല്ലൊടിയുന്ന രീതിയിലോ അല്ലെങ്കിൽ അത്രയും ക്രൂരമായ ഒരു മൃഗീയമായിട്ടുള്ള ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. ഇത് സ്കൂളിൻ്റെ തൊട്ട് ഗേറ്റിൻ്റെ മുൻവശത്ത് വെച്ചാണ് ഈ മുഹമ്മദ് നിഹാലിന് നേരെ സീനിയർ വിദ്യാർത്ഥികളായിട്ടുള്ളവർ എല്ലാവരും സംഘടിച്ചെത്തുകയും അത്തരത്തിൽ നിഹാലിനെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തത്. ആ ഘട്ടത്തിൽ നിഹാലിൻ്റെ കൂടെ മറ്റ് ജൂനിയർ വിദ്യാർത്ഥികൾ ആരും ഉണ്ടായിരുന്നില്ല. ഉണ്ടായതൊക്കെ തന്നെ +2 വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഈ നിഹാലിനെ മർദ്ദിക്കണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായി അവിടത്തേക്ക് സംഘടിച്ചെത്തുകയും അങ്ങനെയാണ് ഈ നിഹാലിനെ മർദ്ദിക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ മർദ്ദനം പ്രതിരോധിക്കാൻ വേണ്ടി മറ്റ് വിദ്യാർത്ഥികൾ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നിഹാലിന് കൂടുതൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഈ ബഹളം കേട്ട് അവിടെയുള്ള അധ്യാപകരും അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കളുമൊക്കെ ഓടി എത്തുകയും ഈ മറ്റ് വിദ്യാർത്ഥികളെ +2 വിദ്യാർത്ഥികളെ അവിടെ നിന്ന് പിന്തിരിപ്പിച്ച് മാറ്റുകയും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഒരു ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ തലശ്ശേരിയിലുള്ള സഹകരണ ആശുപത്രിയിൽ ഇപ്പോൾ നിഹാൽ ചികിത്സയിൽ കഴിയുകയുമാണ്. സുജിയ.